62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് തുടക്കം. കുട്ടികളുടെ കലോത്സവമാണ് നടക്കുന്നതെന്നും രക്ഷിതാക്കളുടെ മത്സരമായി മാറരുതെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 24 വേദികളിലായി ഇനിയുള്ള 5 നാൾ കൗമാര കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സിനിമാ താരങ്ങളും ഉൾപ്പെടെ പങ്കെടുത്ത പ്രൗഢമായ ചടങ്ങിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. കല പോയിന്റിനുള്ള ഉപാധിയായി കാണുന്ന രീതി ഉപേക്ഷിച്ചേ പറ്റുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി. രക്ഷിതാക്കളുടെ മത്സരമായി കാണരുതെന്ന് ഓർമ്മപ്പെടുത്തൽ. ഇത് കൗമാര മനസ്സുകളുടെ ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ ആ മനസ്സുകളെ അനാരോഗ്യകരമായ മാത്സര്യബോധം കൊണ്ട് കലുഷിതമാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കുട്ടികളുടെ കലോത്സവമാണ് എന്നത് ആവർത്തിച്ച് ഒന്നുകൂടി പറയട്ടെ. രക്ഷാകർത്താക്കൾ അവരുടെ മത്സരമായിട്ട് ഇതിനെ കാണാനേ പാടില്ല. പരിപാടികളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഒരു വിദ്യാർത്ഥി എന്നാൽ അക്കാഡമിക് കാര്യങ്ങൾ മാത്രമല്ല, കലാകായിക രംഗവും കൂടി കൂടുമ്പോഴാണ് ഒരു പൂർണ്ണ വിദ്യാർത്ഥിയായി മാറുന്നത്. നമ്മുടെ കുട്ടികൾ ഒരുപാട് പ്രയാസപ്പെട്ടും കഷ്ടപ്പെട്ടുമാണ് ഇതിലെല്ലാം പങ്കെടുക്കുന്നത്. അവർക്കെല്ലാം കൃത്യമായി തന്നെ ഗ്രേസ് മാർക്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുമെന്നുള്ള കാര്യം കൂടി ഞാൻ വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ സിനിമാ താരം നിഖില വിമൽ മുഖ്യാതിഥിയായി. രാവിലെ 9 മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് ആശ്രാമ മൈതാനത്തെ പ്രധാന വേദിക്ക് മുന്നിൽ പതാക ഉയർത്തിയതോടെയാണ് കലോത്സവ വേദി ഉണർന്നത്. 23 വേദികളിലാണ് ഇന്ന് മത്സരങ്ങൾ നടക്കുന്നത്. ടീം മീഡിയ 1 കൊല്ലം.